പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ഹെഡിങ് പൊതുവേ കോമൺലി യൂസ്ഡ് അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും റെസ്യൂമേലൊക്കെ കഴിവതും കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഹെഡിങ്സ് ട്രൈ ചെയ്യുക. പ്രൊഫൈൽ സമ്മറി, പ്രൊഫഷണൽ സമ്മറി തുടങ്ങിയ ഹെഡിങ്സ് ഇവിടെ കൊടുക്കാം. ദെൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പം അതിൻ്റെ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതായത് ഓരോന്നിൻ്റെ അണ്ടറിലേക്ക് വരുമ്പോഴും കോഴ്സിൻ്റെ പേരിന് മുകളിലാണ് പീരീഡിനൊപ്പം ലൊക്കേഷൻ, ദെൻ കോഴ്സിൻ്റെയും താഴെയാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്, ദെൻ മാർക്സ്. ആ ഒരു ഓർഡറിൽ വന്നിരിക്കണം. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുക. ഏറ്റവും മുകളിൽ കോഴ്സിൻ്റെ പേര്, ദെൻ യൂണിവേഴ്സിറ്റി, ലൊക്കേഷൻ, പീരീഡ് ഓർ മാർക്സ്. ആ ഒരു ഓർഡറിലേക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ഇൻറ്റേൺഷിപ്സ് ഒരു സെപ്പറേറ്റ് ഹെഡിങ്ങിലായിട്ട് മാറ്റി ഈ ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് മന്ത് ആൻഡ് ഇയർ കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ ദിവസം ഏതാണെന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലൊക്കേഷൻസ് സ്പെസിഫിക് ആയിരിക്കാം. നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ലൊക്കേഷൻസിൽ സ്റ്റേറ്റ് ആൻഡ് കൺട്രി എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യുക. ആൻഡ് കൺട്രി ഉണ്ടെന്നുള്ള എൻഷുർ. ഇപ്പം ഏറ്റവും മുകളിൽ കൺട്രി കൊടുത്തിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ സ്റ്റേറ്റ് കൊടുത്തിരിക്കുക. കേരള വരെയാണ് അഡ്രസ് ഉള്ളത്. ചില സമയങ്ങളിൽ കേരള എന്നുള്ളതില്ല, ജില്ല മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് യൂണിഫോം ആയിട്ട് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക.